ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയ ഒറോട്ടി റെഡിയാക്കിയാലോ. അപ്പോൾ അതിനു വേണ്ടി ഫ്ലെയിമിലേക്ക് പാൻ വെച്ച് 2 കപ്പ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഈ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഏറ്റവും ലോയിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് 1 കപ്പ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പാക്കറ്റിലൊക്കെ മേടിക്കുന്ന ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതുകൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഇതൊന്ന് കൈയെടുക്കാതെ മിക്സ് ചെയ്ത് ചേർക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്ത് ചേർക്കാനായിട്ട്. ഇപ്പോൾ നമുക്ക് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്നൊരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടി നമുക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോഴും അത്യാവശ്യം ചൂടുണ്ടാവും നമ്മുടെ മാവിന്, എങ്കിലും നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കാവുന്നൊരു ചൂടേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കുറേശ്ശെ മാവ് ഇതിൽ നിന്ന് എടുക്കാം. ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിൽ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിൽ വെച്ച് ഒന്ന് പരത്തിയെടുക്കാം. കൈകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുന്നത്. ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ കയ്യിൽ വെള്ളമോ അല്ലെങ്കിൽ എണ്ണയോ ഒന്ന് തടകിയിട്ട് വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പറിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് പാനിലിട്ട് ഒന്ന് ചുട്ടെടുക്കാം. ബട്ടർ പേപ്പറിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റോ അല്ലെങ്കിൽ വാഴ ഇലയോ എടുക്കാവുന്നതാണ്. നമ്മുടെ പാൻ ഫ്ലെയിമിൽ വെച്ച് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒറോട്ടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 2 വശവും നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരെണ്ണം ഇട്ടതിന് ശേഷം നമുക്ക് അടുത്തതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ആദ്യം വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് നല്ല നാടൻ നെയ്യും ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഒറോട്ടിയുടെ ഒരു വശമൊക്കെ ആയിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ടും കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒറോട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതുപോലെ തന്നെ ബാക്കി എല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് നമ്മളെല്ലാം തന്നെ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറി അല്ലെങ്കിൽ മീൻ കറിയൊക്കെയാണ്. അപ്പോൾ ഈ ഒറോട്ടിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.